രാജ്യത്ത് സമരം ചെയ്യുന്ന വിദ്യാർത്ഥി യുവജനതയോടൊപ്പം രാജ്യത്തിന് അന്നം നൽകുന്ന കർഷകരും കൈകോർക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ യഥാർത്ഥ സൈനികരിൽ കർഷകരും ഉൾപ്പെടും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അതിർത്തി കാക്കുന്ന സൈനികരും വയല് കാക്കുന്ന കർഷകരുമാണ് രാജ്യത്തിൻ്റെ പോരാളികൾ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ജയ് ജവാൻ ജയ് കിസാൻ എന്നാണ് ഈ രാജ്യം ആദ്യകാലം മുതൽ തന്നെ പാടി നടന്നത്. ആ കർഷകരെ ഇത്രയധികം ദ്രോഹിച്ച ഒരു സർക്കാർ ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടാവില്ല. അതിൻ്റെ തിരിച്ചടിയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം പോലും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് BJP ഭരണം എത്തിയത്. ഇനി വരാൻ പോകുന്നത് അതിനേക്കാളും വലിയ സമരമായിരിക്കും എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം അന്ന് വർഷങ്ങളോളം സമരം ചെയ്ത കർഷകരെ ചവിട്ടിമെതിച്ചപ്പോൾ മറ്റ് ജനകീയ പ്രക്ഷോഭങ്ങളൊന്നും അവർക്ക് പിന്തുണയായി വന്നില്ല. ഇപ്പോഴിതാ രാജ്യത്തെ വലിയൊരു സമൂഹം തന്നെ കേന്ദ്ര സർക്കാരിനെതിരായി മാറിയ ഒരു സ്ഥിതിക്ക് അത് മനസ്സിലാക്കി തന്നെയാണ് മുതിർന്ന കർഷക നേതാവ് രാകേഷ് ടിക്കായത്തുമായി കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയത്. ആ കൂടിക്കാഴ്ചയിൽ വലിയ വലിയ തീരുമാനങ്ങൾ എടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കർഷകർ, വിദ്യാർത്ഥികൾ, യുവാക്കൾ എന്നിവർ അടങ്ങുന്ന സംയുക്ത മുന്നണി ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളാണ് അതിൽ നടന്നത്. നമുക്കറിയാം, ഈ 3 വിഭാഗങ്ങൾ ചേർന്നാൽ തന്നെ 80% മുകളിലേക്ക് പിന്തുണ അവർക്ക് ആർജിക്കാൻ കഴിയും. വിദ്യാഭ്യാസ സംബന്ധമായ വിഷയങ്ങൾക്ക് പുറമെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് CJP നേതാക്കളുടെ ഇപ്പോഴത്തെ നീക്കമെന്ന് വിലയിരുത്തുമ്പോൾ തന്നെ കർഷകരും അവരോടൊപ്പം കർഷകരുടെ പ്രശ്നങ്ങളുമായി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് കൂടിക്കാഴ്ചയിൽ പറഞ്ഞിരിക്കുന്നത്. ഡൽഹിയിൽ നടന്ന കർഷക കൺവെൻഷനിൽ CJP പ്രതിനിധികൾ ടിക്കായത്തിനും മറ്റ് കർഷക നേതാക്കൾക്കുമൊപ്പം വേദി പങ്കിടുകയും ചെയ്തു എന്നുള്ളത് ഇനി സമരത്തിൻ്റെ വേലിയേറ്റങ്ങളുടെ കാലമാണ് എന്ന് കേന്ദ്ര സർക്കാർ തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. CJP വക്താവ് അശുതോഷ് റാങ്കെയും മറ്റു നേതാക്കളുമാണ് ഭാരതീയ കിസാൻ യൂണിയൻ അംഗങ്ങളുമായി ഏറെ നേരം ചർച്ച നടത്തിയത്. കർഷകരെയും യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഒരു സംഘടനയ്ക്ക് കീഴിൽ കൊണ്ടുവരിക എന്ന വലിയ പദ്ധതികളാണ് പ്രധാനമായും ചർച്ച ചെയ്തത് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. എല്ലാ വശങ്ങളിൽ നിന്നും നരേന്ദ്രമോദി സർക്കാരിനെ വളയാൻ ഈ രാജ്യത്തെ യുവാക്കളും കർഷക സഹോദരന്മാരും വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഒന്നിച്ചു പ്രവർത്തിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഈ യോഗത്തിന് ശേഷം എല്ലാവരും പങ്കുവച്ചത്. അതിനർത്ഥം വലിയൊരു സമൂഹം നരേന്ദ്രമോദിയുടെ ഭരണത്തിനെതിരെ അണിനിരക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും പിന്തുണയുമായി നിൽക്കുന്നത് പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസ് ആണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെയടക്കം ലോക്സഭയിൽ അത് തന്നെ വ്യക്തമാക്കിയിരുന്നു. പ്രധാനമന്ത്രിയെയും അതുപോലെ അമിത്ഷായെയും പ്രധാനപ്പെട്ട മന്ത്രിമാരെയും ലക്ഷ്യം വെക്കുന്ന രാഹുൽ ഗാന്ധി ആ സമരം വലിയ രീതിയിൽ മറ്റുള്ളവർക്ക് കൂടി വിട്ടുകൊടുക്കുമ്പോൾ ഈ രാജ്യത്ത് ഏറ്റവും വലിയൊരു പ്രതിഷേധത്തിനാണ് ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്ന് കേന്ദ്ര സർക്കാർ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിനിടയിൽ കേന്ദ്രവും ചില സംസ്ഥാന സർക്കാരുകളും തങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കുന്നില്ല എന്ന് പറഞ്ഞ് CJP വീണ്ടും സമരം ആരംഭിക്കാൻ പോവുകയാണ്. പല സംസ്ഥാനങ്ങളിലും പ്രതിഷേധത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ നടപടി നേരിടുന്നുണ്ട്. അങ്ങനെ ഒരു നടപടിയും ഉണ്ടാകില്ല എന്നുള്ള വ്യവസ്ഥയുടെ മേലിലാണ് ആ സമരം അവസാനിപ്പിച്ചത്. ബീഹാറിലും പശ്ചിമ ബംഗാളിലും പ്രതിഷേധക്കാർക്കെതിരെ വലിയ രീതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നു എന്നുള്ളതും അറിയുന്നു. അതുപോലെ രാജസ്ഥാനിൽ പല വിദ്യാർത്ഥികൾക്കുമെതിരെ FIRകൾ ഫയൽ ചെയ്തിട്ടുണ്ട് എന്നും CJP നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നു. വിദ്യാർത്ഥികൾക്കെതിരെയുള്ള കേസ് പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ ഇപ്പോൾ കർഷക സംഘടനയുടെ പിന്തുണയും ഈ നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ കർഷക സംഘടനകളുടെയും യുവജന സംഘടനകളുടെയും പിന്തുണയുമായി രാജ്യവ്യാപകമായ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് നീക്കം നടക്കുന്നത്. അങ്ങനെ ഏകദേശം 80% വരുന്ന ഇന്ത്യൻ ജനതയുടെ പിന്തുണയുമായി വലിയൊരു സമൂഹം തന്നെ പ്രതിഷേധത്തിനിറങ്ങുമ്പോൾ അതൊരിക്കലും കേന്ദ്ര സർക്കാരിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. കഴിഞ്ഞ സമരത്തിൽ നമ്മൾ കണ്ടതാണ്, കർഷകർ നിരന്തരമായി 2 വർഷത്തോളം സമരം ചെയ്തപ്പോഴാണ് BJPക്ക് വലിയ രീതിയിൽ തിരിച്ചടിയുണ്ടായത്. ഹരിയാന, രാജസ്ഥാൻ, പഞ്ചാബ്, UP എന്നുള്ള ഇടങ്ങളിലെല്ലാം BJPയുടെ സീറ്റുകൾ വളരെയധികം കുറഞ്ഞത് തന്നെ ഈ കർഷക പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് എന്നുള്ളത് BJP തന്നെ വിലയിരുത്തിയതാണ്. അതുപോലെയുള്ള മറ്റൊരു സമരത്തിനാണ് ഇനി ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നത് എന്നുള്ളതാണ് കർഷകരും യുവജനങ്ങളും വിദ്യാർത്ഥികളും ഒന്നിക്കുന്നു എന്നുള്ളതിൻ്റെ ആ കൂടിക്കാഴ്ചയിൽ നിന്നും വ്യക്തമാകുന്നത്.